അവിടെ കഴിച്ചിട്ടില്ലല്ലോ, അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ. ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് സംഭവം കാണിച്ചു തരാം. ഇതാണോ വലിയ ഒരു കുക്കിംഗ് വീഡിയോ. ഇത് മീൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് കാളാഞ്ചി. ഏതാണ്ടൊരു 3.5 കിലോയോളം വെയിറ്റുള്ള ഒരു കാളാഞ്ചി ആണ് സംഭവം. അപ്പോൾ ഇവനെ നമുക്കിന്ന് ഫുള്ള് ഗ്രില്ല് ചെയ്യാം. നന്നായിട്ട് മസാലയൊക്കെ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി ഇതിനകത്തോട്ട് ഈ വരഞ്ഞ ഭാഗത്തോട്ട് കണ്ടോ, ഈ വരഞ്ഞ ഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഇന്നിവനെ നമ്മളങ്ങോട്ട് ഗ്രില്ല് ചെയ്യും. പക്ഷേ ഗ്രില്ല് ചെയ്യുന്നത് നമ്മൾ ഇവിടെ അല്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ കഴിഞ്ഞ വീഡിയോയുടെ സെയിം ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് കഴുകി നല്ല കുട്ടപ്പനാക്കണം ആദ്യം. കണ്ടോ, നല്ല ഫ്രഷ് മീനാണ്. നോക്കിയാൽ അറിയാം, നല്ല ഫ്രഷ് മീനാണ്. നല്ല കാളാഞ്ചി. ഇതാണ് മക്കളെ കാളാഞ്ചി. ഇന്ന് നമ്മൾ കാളാഞ്ചി ഗ്രില്ല് അറിയുന്നു. ഇത് കരുതാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ താണ്ടി ഈ വരഞ്ഞിടത്തൊക്കെ നന്നായിട്ട് മസാല ഇങ്ങോട്ട് കണ്ടോ, ഇതിനകത്തോട്ട്. അതെ, കാളാഞ്ചി. അവിടെ കഴിച്ചിട്ടില്ലല്ലോ. അല്ലല്ല, കാളാഞ്ചി അത് വേറെ, അത് ഹമൂർ. അത് ഹമൂർ. അപ്പോൾ മീൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാലയൊക്കെ പരട്ടാം. കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൊണ്ടുപോയിട്ട് മസാലയൊക്കെ പരട്ടാം. ഓക്കെ, നല്ല മസാലകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ മസാലയ്ക്കകത്തെന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, പിന്നെ എന്താ പറയുന്നത്, കൊച്ചുകൊണ്ടിട്ട് നോക്കാം. ഉപ്പ് ഒരു ശകലം മുന്നിൽ നിൽക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത് ഉപ്പ് നന്നായിട്ട് പിടിക്കുവാനുണ്ട്. അല്ല, ഉപ്പും കൂടെ വേണം. ഇപ്പോൾ കറക്റ്റാണ്. ഈ ശകലം കൂടി ഇട്ട് ചെയ്യാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വലിയ 2 ചിക്കനുണ്ട്. അപ്പോൾ ആ ചിക്കൻ കൂടെ ചേർത്തുള്ള മസാല നമ്മൾ റെഡിയാക്കണം. പുതിനയിലേക്ക് നന്നായിട്ട് ചേർക്കണം. പുതിനയില നന്നായിട്ട് ചേർത്താലേ നല്ല ടേസ്റ്റുള്ളൂ. തൈര് ചേർക്കണം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില ചേർത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് റെഡിയാക്കിയ മസാല ഏതാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മസാല വരട്ടാം. അതെ, മസാല ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ മസാല അങ്ങോട്ട് ഒഴിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഈ ഗ്രൂവിനകത്തെല്ലാം ഈ വരഞ്ഞേക്കുന്നതിനകത്തൊക്കെ നന്നായിട്ട് മസാല ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ കട്ടിക്ക് തേച്ച് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ മസാല അങ്ങോട്ട് പൊതിയണം നന്നായിട്ട്. ഇത് തന്നെയല്ല, നമ്മൾ ഈ ഒരു മസാല പുരട്ടി വെച്ചാലും നമ്മൾ ഏകദേശം നമ്മുടെ യാത്രയെന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു മണിക്കൂറോളമുള്ള യാത്രയുണ്ട്. നമ്മളിത് ബാർബിക്യൂ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഏണ്ടൊരു 1 മണിക്കൂറോളമുള്ള യാത്ര. അപ്പോൾ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് പിടിക്കും. അതുപോലെ തന്നെ ഇതിനകത്തും നന്നായിട്ട് മസാലകൾ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് മസാല ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കാളാഞ്ചി മീനിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങളൊരിക്കലും വാങ്ങിച്ച് കഴിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, വളരെ രുചിയുള്ളൊരു മീനാണ് കാളാഞ്ചി. ഇതിൻ്റെയൊക്കെ കുറേ വീഡിയോകൾ യൂട്യൂബിലൊക്കെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് അങ്ങേ സൈഡും കൂടെ നമുക്ക് മസാല പരട്ടാം. അപ്പോൾ ഇവിടെയും നന്നായിട്ട് അങ്ങോട്ട് മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, എന്നിട്ട് നല്ല ഈ ഒരു പേപ്പറിനകത്ത്, ഈ ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ നന്നായിട്ട് പൊതിഞ്ഞ് അങ്ങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് ഇതിനകത്ത് മസാലയൊക്കെ പിടിക്കും. ഇതിനായിട്ട് മസാല ഇത് കണ്ടോ, മസാലയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ മസാലയൊക്കെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മസാല നമുക്ക് എടുക്കാം. മസാല എടുത്തിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. കണ്ടോ,
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് കാണിച്ചു അതെ ചാർക്കോളൊക്കെ അങ്ങോട്ട് ഇടുകയാണ്. അങ്ങനെ ചാർക്കോളുകളൊക്കെ വീണ് മക്കളെ. കത്തി വരട്ടെ എന്നിട്ട് അങ്ങോട്ട് വീശാം. ശരിക്കും ഒരു വനത്തിൽ നിൽക്കുന്ന ഒരു ഫീൽ ഇല്ലയോ കേട്ടോ അല്ലേ? ആ ഒരു കിളികളും ഒക്കെ കരുതുന്നു ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ ഭയങ്കര സൗണ്ട് കണ്ടോ. അതിനകത്തെല്ലാം ഉണ്ട്, ഈ മരത്തിലെല്ലാം ഇഷ്ടംപോലെ കിളികളുണ്ട് കേട്ടോ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ളത് എല്ലാവരും ഇങ്ങോട്ട് നോക്കി. അവിടെ എല്ലാവരും ഇങ്ങോട്ട് നോക്കി. തീ കായാൻ നിൽക്കുമല്ല, ചാർക്കോലോട്ടൊക്കെ നിൽക്കുക. നീ ഒന്ന് റെഡി ആയിട്ട് വേണം നമ്മളിന്ന് തകർപ്പ് തകർക്കുന്നത്. മാറ്റടാ അടിച്ചേർത്ത് പിടിച്ചു. ഇങ്ങോട്ട് കൊണ്ടുവാ. ഉടുക്കത്തെ തൂങ്ങി. അങ്ങനെ നമ്മൾ ഗ്രില്ലിലേക്ക് കയറ്റിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടോട്ട്. എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇത് വാങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നന്നായിട്ട് നാരങ്ങ കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇതിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് ഒഴിക്കണം. അപ്പോൾ സംഭവം നല്ല കിണ്ണമായിരിക്കും. ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി മറു സൈഡും കൂടെ കുറച്ച് ടൈം എടുക്കാം. ഇത്രയും വലിയ മീനായതുകൊണ്ട് കുറേ ഏറെ നേരം നിന്ന് വേവണം. നമ്മളൊക്കെ ഈ വനത്തിലൊക്കെ ഇരുന്ന് എന്താ പറയുക കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കും. പുറത്തോട്ടുള്ള സൗണ്ടുകളും മീനൊക്കെ കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് പതാഞ്ഞിരിക്കുന്നുണ്ട്. ഓ ആ നല്ല നാരങ്ങ ഇങ്ങനെ അങ്ങോട്ട് പൊതിഞ്ഞ് വയ്ക്കും. ഇളക്കാന്നില്ല. ഇതിൽ ക്ലാമ്പിളക്ക് മാംസം എൻ്റെ കൂടെ ഇറങ്ങി വരും. പതുക്കെ താക്കണം. അങ്ങനല്ല, ഇതിങ്ങനെ പൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ താക്കണം. ഇവിടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈച്ചയുടെ ശല്യം ഭയങ്കരമാണ്. എനിക്ക് വന്ന് ഈ പബ്ലിക്കായിട്ട് ആൾക്കാരിങ്ങനെ ഈ കുക്ക് ചെയ്യാനൊക്കെ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാവാം ഭയങ്കരമായിട്ട് ഈച്ച ശല്യം. ഭയങ്കര ഈച്ച എന്ന് പറഞ്ഞാൽ നൂറ്റങ്ങ് ചേട്ടാ അവിടെ നമുക്ക് എടുത്ത് കഴിക്കുന്നതിനനുസരിച്ച് അങ്ങ് എടുക്കാം. നേരത്തെ കഴിച്ചു നോക്കി ആരാ ടെസ്റ്റ് ചെയ്യുന്നത്?
അടിപൊളി. ശരി, പീസ് എടുത്തിട്ട് ഞാനൊന്ന് കഴിച്ചോ. നല്ല മീറ്റൊക്കെ ഇങ്ങോട്ട് കണ്ടോ. മീറ്റ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. എടുക്കുക, കഴിക്കട്ടെ. കണ്ടോ ചേട്ടാ, അടിപൊളി. അയ്യോ സൂപ്പർ. ഇത് കാണത്തില്ല, നാരങ്ങയൊക്കെ പോയി കാണും. നാരങ്ങ വേണോ? നോക്കുന്നുണ്ടോ? ആ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ താണ്ട നല്ല ഒന്നാന്തര ചിക്കൻ. നമ്മളിതും കൂടെ ഒന്ന് തകർക്കും. വേവിക്കുന്നത് നമ്മുടെ സ്വന്തം അച്ചു. ഇത് അച്ചുവിൻ്റെ നേതൃത്വത്തിലുള്ള ചിക്കൻ ബാർബിക്യൂ. അങ്ങനെയാവുമെന്നറിയില്ല, നോക്കാം. ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടോ. ഇത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ മുകളിലിട്ടേക്കാം. അതും കയറി ഒന്ന് കണ്ടു നോക്ക്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തോടെ ഞാൻ പറയാം, ഈച്ച ഭയങ്കര പാട്ട് കേട്ടോ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ ഫാമിലികളൊക്കെ ഇതുകൊണ്ടുണ്ടോ. അവിടെയൊക്കെ ഇഷ്ടംപോലെ ഫാമിലികളൊക്കെ ഇരുന്നിട്ട് അവരിതുപോലെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ആ സൈഡിലെല്ലാം ആൾക്കാർ ഇഷ്ടംപോലെ വന്നിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അതുപോലെ തന്നെ ഒരു ടീം വന്നിട്ട് പോയി. അതിൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ഇത് മാത്രമല്ല, നല്ല ഒന്നാന്തര ഓംലേറ്റും ഉണ്ട് കേട്ടോ. കാണിച്ചു കൊടുത്തു. ഇതേ നല്ല അടിപൊളി ഓംലേറ്റ്. നല്ല മതി. ആ, ഇതേ നല്ല ഇത് കണ്ടോ. എരിവുള്ള പച്ചമുളകൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് മുട്ട എടുക്കുക, അങ്ങോട്ട് പൊട്ടിച്ച് കയ്യും കൂടെ വെട്ടി മുറിക്കരുത്. വീണ്ടും അതെ, അയ്യോ വീട് സാരമില്ല, നോ പ്രോബ്ലം. അത് കത്തിക്കിച്ചിരി അല്പം മൂർച്ച കൂടുതലായിപ്പോയി, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സുഹൃത്തുക്കളെ. മൊത്തം പൊടിഞ്ഞ് നാശമാകുന്നു. എന്തായാലും കുഴപ്പമില്ല, എത്രണ്ണം ഒഴിച്ചു എന്നൊരു അംഗസംഖ്യ അനുസരിച്ച് ഞങ്ങളിങ്ങനെ മുട്ട ഒഴിച്ചുകൊണ്ടേയിരിക്കും സുഹൃത്തുക്കളെ. ഒരു കംപ്ലീറ്റ് ചുടുന്നത് ഓംലേറ്റാണെന്ന് പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും സംഭവം. നമുക്ക് അല്പം കൂടെ പച്ചമുളക് ഇടുക. അതിന് ശേഷം നല്ല ചൂടെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കലക്കണം കണ്ടോ. ആ മുട്ടയുടെ ഒരു കളർ നോക്ക്, എൻ്റെ ദൈവം വേണ്ട. ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട്, ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടിരുന്നു, എങ്കിലും ഒരു ശകലം കൂടി ഇട്ടേക്കാം. മതി. ഉപ്പ് അല്പം കുറയ്ക്കുന്നത് നല്ലതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഇടാമല്ലോ. ആ തവയ്ക്കകത്തോട്ട് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചേ, പല്ലും തൊലിച്ച് നടക്കാതെ. ഓക്കെ. നോക്കൂ, നല്ല ഒന്നാന്തര ഓംലേറ്റ് ഒഴിക്കാൻ പോവാം. ഓക്കെ, ഓംലേറ്റ് ആയിട്ടില്ല, ഒഴിക്കാൻ പോവാം. ചൂടായില്ലേ? നമുക്ക് മൊത്തം ഒഴിക്കട്ടെ. നല്ല അടിപൊളി ഓംലേറ്റ്. കളറിന് കൊടുക്കണം കാശ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ ചിക്കൻ ചാർക്കോൾ. ഓംലേറ്റ് തിരിച്ചിരുന്നുണ്ടോ? എല്ലാവരും വിചാരിക്കുന്ന ഓംലേറ്റ് തിരിച്ചിരുന്ന സംഭവം വലിയ സംഭവം. അത് കാണിച്ചേർത്താ എടുക്കുക. ഇങ്ങനെ എടുക്കുക. ഇനി തിരിച്ചു കഴിഞ്ഞാൽ മുറി. പണി പാളി. എൻ്റെ കുഞ്ഞേ, ഇനി ഇത് എടുത്തിട്ട് തിരിച്ചെടുക്കാം. എൻ്റെ നമ്മുടെ ചിക്കൻ എല്ലാവർക്കും പുച്ഛം. സംഭവം നല്ല കിണ്ണമാക്കി. ശരിയാവിടെ ഇത് ആർക്കും നമ്പർ 1. എന്താ നല്ല അടിപൊളി ഓംലേറ്റും നല്ല ചിക്കൻ. ഞാൻ ഓംലേറ്റ് നോക്കാം, കൊള്ളാമോ?
കുറച്ച് മയോണൈസ് താറാമുട്ടയുടെ രുചി. ഓ പൊളി നോക്കി, അടിപൊളിയായിട്ട്. ഇതുപോലെ ഈ പബ്ലിക് പ്ലേസിൽ ഇരുന്നിട്ട് ഇതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാണല്ലോ. ഇങ്ങനെ ഉച്ചയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ടാണോ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടി വേറെ ടേസ്റ്റ്. ഒന്നുകൂടെ കേൾക്കെ പറഞ്ഞേ പറ. നീ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റാന്നുള്ളത് രമ്യ കേട്ടല്ലോ. കേട്ടിട്ട് ഇതിന്റെ മറുപടി കൊടുത്തേര് കേട്ടോ. ഇവനൊക്കെ തന്നെ വേണം ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. ഞാൻ ഓംലേറ്റ് തിരിച്ചിടാൻ തുടങ്ങുമ്പോൾ ഒരാൾക്കാർ പറയുന്നു ഇത് കുളമാകും എന്ന് പറയുന്നു. അന്നേരം അത് ചിലപ്പോൾ അവിടെ പിടിക്കും. ഇവൻ ചിരിക്കാൻ വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിക്കുക. ഇച്ചിരി കയ്യിൽ വീണു, ഒരു ശകലം എന്റെ കൈ വീണു. പക്ഷെ ഓംലേറ്റ് അടിപൊളിയായില്ല കേട്ടോ. തറയിൽ വീട് ഇതിനകത്ത് വീട് അങ്ങനല്ല. അതൊക്കെ പക്ഷെ ഓംലേറ്റ് സൂപ്പർ അല്ലേ? പിന്നെ എന്റെ കയ്യിൽ ഇച്ചിരി വീണു, എനിക്ക് ഓംലേറ്റ് അടിപൊളിയായില്ല കേട്ടോ. അതങ്ങനൊന്നും അല്ല. അടിപൊളി ഇങ്ങനെയാണ് പരമുള്ള. അങ്ങനല്ല, ഞാൻ കാണിച്ച അടിപൊളി ഓംലേറ്റ്. ഇപ്പൊ അടിച്ച ഓംലേറ്റ് ഇപ്പൊ മൊത്തം പോയി. ഉപ്പില്ല. അല്ല, ഉപ്പ് ഞങ്ങൾ കുറച്ച് നമുക്ക് മറന്നു. ഞങ്ങൾ ബി പിയുടെ പ്രശ്നമുണ്ട്. ഞങ്ങൾ ഉപ്പിച്ച് കുറച്ച് ഉപ്പില്ലാത്ത ഓംലേറ്റ്.